ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് അമൃതം പൊടി വെച്ച് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ്. അപ്പോൾ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സിന്റെ റെസിപ്പി ഞാൻ വേറെയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അമൃതം പൊടി വറുത്തെടുത്തിട്ടൊന്നുമില്ല. അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അമൃതം പൊടി അളന്നെടുത്ത അതേ സെയിം കപ്പിലാണ് ഞാൻ വെള്ളവും അളന്നെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളം ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിൽ വേണം മാവിരിക്കാൻ. സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടണം. എന്നാൽ അധികം ലൂസാകാനും പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തതും, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് ഇഞ്ചിയും അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നോക്കി വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായി ഞാനിന്ന് ഇതുപോലൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിവടയുടെ മാവ് കോരി ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഒഴിക്കണ്ട. 1 ടേബിൾ സ്പൂണിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ഒഴിച്ചാൽ മതി. എന്നാലേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടി നല്ല ക്രിസ്പി ആവുകയുള്ളൂ. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണുള്ളത്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അമൃതം പൊടി ഉള്ളിവട ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അമൃതം പൊടി ഉള്ളിവട നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അമൃതം പൊടി ഉള്ളിവട നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇത് ശരിക്കും സാധാരണ ഉള്ളിവടയേക്കാൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം കൂടി ഉള്ളതുകൊണ്ട് അതുകൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. അതുമാത്രമല്ല ദാ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്സാണിത്. അമൃതം പൊടി വീട്ടിലുള്ളവരൊക്കെ ഈ ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.